ഹലോ ഗൈസ്, നമസ്കാരം. തുടരും ബോക്സ് ഓഫീസിലെ 40 ദിവസത്തെ ഡോമിനേഷൻ, രാജകീയ റോയൽ ഡോമിനേഷന് ശേഷം തുടരും OTT റിലീസ് ആയിട്ടുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വീണ്ടും തുടരുവിന്റെ അപ്ഡേഷൻസ് അല്ല, പോസ്റ്ററുകൾ, കാര്യങ്ങൾ, ലാലേട്ടന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്നു. ബിക്കോസ് OTT പ്രേക്ഷകർ കണ്ട് അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്ന ഒരു സംഭവമാണല്ലോ. സോ എനിവേ 240 കോടിയോളം കളക്ട് ചെയ്ത പടമാണ് OTT റിലീസ് ആയത്. എനിവേ ഇന്നലെ മറ്റേ ലാലേട്ടന്റെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടു, ഒരു യൂട്യൂബ് വീഡിയോ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് തുടരുമെന്ന സിനിമയിലെ ഫൈറ്റ് സീൻ ഉണ്ട്. ഒന്നാമത്തത് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് സീൻ, പിന്നെ ആ ലോഡ്ജിലുള്ള ഫൈറ്റ് സീൻ, പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ, എല്ലാം കൂടിയിട്ട് ഒരു BTS, ഒരു ബിഹൈൻഡ് ദ സീൻ ഇറക്കി വിട്ടിട്ടുണ്ട് ഇതിന്റെ ആൾക്കാർ. രജപുത്ര മീഡിയ ആണ് അത് ഇറക്കി വിട്ടത്. ഏതായാലും ഈ BTS കാണാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം ഫൈറ്റ് സീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. സോ ലാലേട്ടന്റെ ഫൈറ്റ് സീൻ നമുക്ക് ഒന്ന് കാണാം, ബിഹൈൻഡ് ദ സീൻ കണ്ടിട്ട് വരാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. മുരുക, നമ്മൾ കണ്ണാടി വെച്ചിട്ടേ കാണും. ബെൻസേട്ടാ ഓക്കെ. ഓ ലാൽ സാറിന്റെ ഒരു ഫൈറ്റ് നേരി കാണുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടൻ നേരി കാണുക, അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് കാണുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മുഹൂർത്തങ്ങളായിരുന്നു. ഓക്കെ, ക്യാരക്ടർ ടാക്സി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഈസ് എ ഫൈറ്റർ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 2 സിനിമകൾ ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സിനിമയാണ്. ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്നത് ഈ ഫൈറ്റ്സ് ഡിസൈൻ ചെയ്യാൻ, ഫൈറ്റ്സ് എൻഗേജിങ് ആക്കി ഒരു കഥ പറച്ചിലിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്ത് ലാലേട്ടൻ്റെ മാസ് അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആ സ്കോർ ചെയ്തിരിക്കുന്നത്. സോ ഐ തിങ്ക് നല്ലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാം, അതും വളരെ നാരോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. അതിലൊക്കെ അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാര്യം അതിനകത്ത് ഭയങ്കരമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റൺ സിൽവ എന്ന് പറയുന്നൊരു കോറിയോഗ്രാഫർ, ഫൈറ്റ് കോറിയോഗ്രാഫർ. അപ്പം ഷൂട്ടിൻ്റെ മുമ്പ് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റിൻ്റെ ഇമോഷൻ എന്താണെന്ന് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ മാസ്റ്റർ ആ ഇമോഷനിൽ നിന്നാണ് ഫൈറ്റ്. എല്ലാവരും കോരിസ്തരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൽ, ആ ജമ്പ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പല സ്ഥലത്തെക്കുറിച്ചും. അടി എന്ന് പറയുന്ന സ്ഥലത്ത് അടിക്കുക. സാറ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനോട് പറഞ്ഞ പേപ്പറിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ പടത്തിലുണ്ടാകും. എന്തോ ചെയ്താലും എവിടെ തട്ടിയാലും മുറിയുകയും അതുപോലത്തെ റിസ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഒരു ഷൂട്ട്. അടിച്ചു കുളിച്ച് അതിനകത്തും വരുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ട്രെയിൻ ഫൈറ്റ് തരുൺ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാമറയാണെങ്കിലും അതിൻ്റെ എഡിറ്റ് ആണെങ്കിലും അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി വളരെ സ്ലിപ്പായിട്ടുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ ഷൂട്ട് ചെയ്യുന്ന മഴയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടൈമിങ് എങ്ങനെ വരും, അല്ലെങ്കിൽ ആരെങ്കിലും സ്ലിപ്പാവുമോ, അത് വളരെ നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഇതായിരുന്നു. ദൈവാധീനം കൊണ്ട് അങ്ങനെയുള്ള സംഭവിച്ചില്ല. സോ ത്രൂ ഔട്ട് ദ പ്രോസസ് വിഷ്ണുവും തരുണും നമ്മുടെ മ്യൂസിക് ടീമൊക്കെ ആയിട്ടുള്ളൊരു കമ്പൈൻഡ് ഡിസ്കഷൻ ആൻഡ് ഒരു എന്താ പറയുക, ഒരു ബാക്ക് ആൻഡ് ഫോർത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐ തിങ്ക് ദീസ് ഫൈറ്റ്സ് ഹാവ് കം ഔട്ട് വെൽ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഫോക്കസും, പിന്നെ അതല്ല അതിൻ്റെ കഥാപരമായിട്ട് അതിലുള്ളൊരു ഇമോഷൻ അതിൻ്റെ ഫുള്ളസ്റ്റിൽ ഡെലിവർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ടോട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫൈറ്റുകൾ ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു പ്രയോജനം ഈ തുടരുന്ന സിനിമയിലുണ്ട്. അത് എല്ലാവരും ഈ ഫൈറ്റിനെ കുറിച്ചാണ്. അടിയുടെ കാരണം ജെന്യൂൻ ആകണം, അല്ലാണ്ട് വെറുതെ ഒരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ ലാലേട്ടനെ ആഘോഷിക്കാൻ പറ്റുന്ന പറ്റില്ല. അടിയറ എന്ന് തിയേറ്ററിൽ പ്രായഭേദമന്യേ അച്ഛനും അമ്മയും അമ്മമാരും അപ്പൂമാരും ഒക്കെ അടിയടാവനെന്ന് പറയുന്ന സമയത്ത് വേണം അടികൾ സംഭവിക്കാൻ. അത് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ എക്സൈറ്റ്മെന്റ്. അപ്പോൾ ഇത് കാണണം എന്നുള്ളത് ഈ വീഡിയോ വരുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും കാണാതിരിക്കാൻ പറ്റൂല. ബിക്കോസ് അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കിയ ഫൈറ്റ് സീനാണ് തുടരുമെന്ന സിനിമയിൽ. തിയേറ്ററിൽ ഇതിൽ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വിചാരിക്കും, കൊടുക്കടാ ബെൻസേ, 2 കൊടുക്കടാ, അടിക്കട എന്ന് പറയുന്ന സമയത്ത് അടി വീഴണം. അടി വീണിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്.
അപ്പൊ നമുക്ക് കണ്ടോണ്ടിരിക്കുന്ന ഓരോരാളുടെ മനസ്സിലും നമുക്ക് ഇപ്പൊ RDXലുണ്ട് അങ്ങനത്തെ ഒരു സംഭവം. ആ സീൻ ബിൽഡപ്പ് ചെയ്യുന്നതിന്റെ ഒരു സ്റ്റോറിന്റെ ഒരു സംഭവമാണ്. നമുക്കും തോന്നുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ അടി വീണു മാത്രമല്ല, അടിച്ച് എന്താ ഒറ്റക്കൊമ്പൻ ഇറങ്ങിയ പോലെ തന്നെ നിലം പരിശമാക്കി പോയി എന്നെല്ലാം കേൾക്കുന്നില്ലേ. അപ്പൊ നമ്മള് ആക്ച്വലി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സീൻ ബൈ കട്ട് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് തോന്നും, കാണാൻ നല്ല സുഖമുണ്ടാവും. പക്ഷെ ഇതിന്റെ പുറകില് നമ്മൾ എത്ര മണിക്കൂറുകളോളം ആ സീന് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു മൊത്തം ഫൈറ്റ് സീൻ. മേ ബി 2-3 ദിവസം 4 ദിവസമൊക്കെ എടുക്കാം ഈ ഒരു ഫൈറ്റ് സീൻ മൊത്തത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. ഓരോ സീനും ഓരോ കട്ടും ഓരോ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും. അതിനിടയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കാം. ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ മഴയ സീനെല്ലാം പറഞ്ഞാല് മഴയുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് മഴ, അത് റബ്ബർ തോട്ടാണ്, അതിൽ തെന്നി വീഴാം, എന്തെങ്കിലും എന്ത് ആക്സിഡന്റ് എങ്ങനെയും വരാം. പക്ഷെ അതിന്റെ റിസ്ക് ആണ്. അതേപോലെ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, അതേപോലെ ആ ലോഡ്ജിലുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞ ഒരു നേരോ ഒരു വരാന്തയിലെ കോറിഡോറിലുള്ള ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഫൈറ്റ് ആണെങ്കിലും കുറെ നമുക്ക് നല്ല ഒരു ഒരു ടൈമിങ് വേണം. ടൈമിങ്ങിന്റെ കാര്യത്തിൽ എന്തായാലും ലാലേട്ടനെ കുറിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ, ഇപ്പം ഭീമൻ രഘു ആണെങ്കിലും ബാബുവിന്റെ ആണെങ്കിലും സ്പടികൻ ജോർജ് ആണെങ്കിലും എത്രയോ ആൾക്കാർ, ഈവൻ ആ പണ്ടത്തെ ഒരു വില്ലൻ ഉണ്ടായിരുന്നുണ്ട് തമിഴ്, അലിബായിലെ മൂപ്പരൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടന്റെ ഫൈറ്റ്, ലാലേട്ടന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ മെയ്വഴക്കം, ടൈമിങ്, പ്രത്യേകിച്ച് ടൈമിങ്. ഒരാൾക്കും തല്ലുന്ന സമയത്ത് മുഖത്തടി വീഴില്ല, കൊള്ളില്ല. അത് നമുക്ക് തോന്നും കൊള്ളും, പക്ഷെ കൊള്ളില്ല. ആർക്കും ഒരു പരിക്കുകളൊന്നും ഇല്ലാതെ. അതാ ടൈമിംഗ് ആണ്. അതാണ് ഒരു കലയാണ്. ഈ ഫൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു കലയാണല്ലോ. ആൻഡ് സ്റ്റണ്ട് സിൽവ മൂപ്പരുടെ ഇനി അങ്ങോട്ടുള്ള ലാലേട്ടൻ്റെ എല്ലാ പടത്തിലും എനിക്ക് തോന്നുന്നു സ്റ്റണ്ട് സിൽവ തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫർ എന്ന് പറയുന്നത്. എൻ്റെ അടുക്ക് ആരോ പറയുന്നുണ്ടായിരുന്നു ഇത് തിയേറ്റർ കത്തിക്കുന്നു. അത് സംഭവം തന്നെ അല്ലേ. എന്താ പറയാ, ലാലേട്ടൻ തന്നെയാണ്. ഈവൻ രജനീകാന്തിന്റെയും നമ്മൾ ഒരു വീഡിയോ കണ്ടു ജയിലറിലെ. അവൻ സ്റ്റണ്ടെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് കാലുകൊണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് അവസാനം തൊട്ട് തലയിൽ വെക്കുന്ന ഒരു സംഭവം. അതൊരു റെസ്പെക്ട് അല്ലേ. അതൊരു റെസ്പെക്ട്. ലാലേട്ടൻ പറയുന്ന പോലെ അതൊരു റെസ്പെക്ട് അല്ലേ മനെ എന്ന് പറയുന്നത് പോലെയാണ്. അത് എല്ലാവരും കാണിക്കുന്നതാണ്, അത് കാണിക്കണം എന്നുള്ളത് തന്നെയാണ് ആരും ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് ആ ജനലിലൂടെ കയറി തുള്ളുന്ന ആ ചാടുന്ന സംഭവമെല്ലാം അതിൽ കുറേ ഇന്റർവ്യൂലും കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് വന്ന കാര്യമാണ്. ലാലേട്ടന്റെ ഒരു പനി പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഈ ഷൂട്ട് ചെയ്തതും കൂടി നമ്മൾ ഓർക്കണം. എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പണ്ടും ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. മണിയമ്പിള്ള രാജു ഏതോ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് സിനിമയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പനി പിടിച്ച് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു വന്ന് ഡാൻസ് കളിച്ചതോ കാക്കക്കുയിലോ അങ്ങനെ ഏടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 അങ്ങനത്തെ. ഈ തുടരും ഈ ഒരു സീൻ എടുക്കുമ്പോഴും ലാലേട്ടന് ചുട്ട് പൊള്ളുന്ന ടെമ്പറേച്ചർ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. രഞ്ജിത്ത് തന്നെ, പ്രൊഡ്യൂസർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഡെഡിക്കേഷൻ ദാറ്റ് ഡെഡിക്കേഷൻ, ആ ഒരു പാഷൻ, ചെയ്യുന്ന ആൾക്കാരോടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന സിനിമയോടുള്ള ഒരു സ്നേഹം അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും 47 വർഷത്തിന് ശേഷം 50 വർഷം ആവുന്ന സമയത്തും സൂപ്പർ സ്റ്റാർ ഓഫ് മോളിവുഡ് അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സിനിമാ നടൻ, ഒരു സൂപ്പർ ഹീറോ ആയിട്ട് ഇപ്പോഴും തുടരുന്നത്. അത് തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് പറയേണ്ടത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OTT ഇറങ്ങി, OTT അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് അത് വമ്പൻ വിജയമായി അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ OTTയിൽ ഇറങ്ങിയിട്ട് അതിന്റെ ഇതും കൂടിയുണ്ട്. ഇനി OTTയിൽ ഹിറ്റാണോ OTTയിൽ ഫ്ലോപ്പാണോ എന്നാണ് ഇനിയിപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നു, ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായി പിന്നെ OTTയിൽ ഹിറ്റ് ആവുന്നു, OTTയിൽ ഫ്ലോപ്പാണ് പക്ഷെ തിയേറ്ററിൽ ഹിറ്റ് ആവുന്നു. ഇതൊക്കെ എന്തുവാടേ? സിനിമ ഒന്നേ ഉള്ളൂ, പ്രേക്ഷകർ ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ല, OTTയിൽ ഒരു പ്രത്യേകതരം പ്രേക്ഷകർ, തിയേറ്ററിൽ പോയിട്ട് ഒരു പ്രത്യേകതരം പ്രേക്ഷകർ, അങ്ങനെയൊന്നുമില്ല. സിനിമ ഒന്ന്, പ്രേക്ഷകർ ഒന്ന് തന്നെ. അത് ചില ആൾ OTTയിൽ കാണുന്നു, ചില ആൾ തിയേറ്ററിൽ കാണുന്നു. പക്ഷെ സിനിമയുടെ വിജയം എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. എനിവേ ഗൈസ്, ലാലേട്ടൻ തുടരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. തുടരുക തന്നെ ചെയ്യും. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾട്ടൻ ബിയർഡ് റിയാക്ട്സ്.